ഹലോ ഹായ്. ഇന്ന് ഡേ 20. ഐ4സിൻ്റെ ബാലൻസ് പോർഷൻസ് പഠിക്കണം. അതേപോലെ തന്നെ ഡിസൊല്യൂഷൻ, അക്കൗണ്ട്സിൽ ഡിസൊല്യൂഷൻ പഠിക്കുക. കോസ്റ്റിങ്ങിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ആക്ച്വലി എല്ലാം കഴിയാറായിട്ടുണ്ട്. വളരെ കുറച്ച് പോർഷൻസേ ഇനിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതനുസരിച്ച് ഏകദേശം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഫുൾ കോൺഫിഡൻസ് കിട്ടേണ്ട ടൈം ആയിട്ടുണ്ട്. ഒരു വിധം നന്നായിട്ട് കവർ ചെയ്തു അല്ലേ? ഒരു 80% ഒക്കെ കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആവും. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പ്രോബ്ലംസ് ഇടുന്നുണ്ട്, അതൊന്ന് ചെയ്യാം. ചെയ്ത ആൻസർ എഴുതുക. എല്ലാവരും ചെയ്യാൻ നോക്കുക. ഒരാൾ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. കാരണം നമ്മുടെ ഇല്ലുസ്ട്രേഷൻസിലെ പോലെ അല്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ഡയറക്റ്റ് ആൻസർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ ഇല്ലുസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് ഡിഫറെൻ്റ് ആണ് അല്ലേ? അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കോസ്റ്റിങ്ങോ അക്കൗണ്ട്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ചില കേസസിൽ അതേ പ്രോബ്ലം തന്നെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതേ പ്രോബ്ലം തന്നെ നമുക്ക് കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെ. പക്ഷെ അല്ലാത്ത കേസസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അതിൽ. ഓക്കെ, നിങ്ങൾക്കൊന്ന് ആ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് എന്താണ് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലുള്ള പ്രോബ്ലംസ്. ഇപ്പോൾ മെറ്റീരിയലൊക്കെ നമ്മൾ ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. മെറ്റീരിയൽസ് ഒക്കെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ നമ്മുടെ മെറ്റീരിയൽ പഠിച്ചുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് കിട്ടും എന്നുള്ള ചാപ്റ്റേഴ്സാണ് അല്ലേ? എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ പക്ഷേ അതിൽ എക്സാമിന് ചിലതൊക്കെ ഓക്കെയാണ്, നമുക്ക് അതേപോലെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. ചിലതൊക്കെ കുറച്ച് ട്രിക്കി ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് കൂടി നമ്മൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കത് എക്സാമിന് നന്നായിട്ട് അല്ലേ? നമുക്ക് പിന്നെ എക്സാം എഴുതുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ പോയിരുന്ന് ആലോചിച്ച് നമ്മൾ ഇതാണോ അതാണോ എന്നൊക്കെ നോക്കി വരുമ്പോഴേക്കും നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. നമ്മൾ അത്ര ഇതായിട്ട് പോകണം അല്ലേ? നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഐഡിയ കിട്ടി നമ്മൾ ചെയ്യാനുള്ള രീതി തന്നെ പോകണം. അതല്ലാണ്ട് അവിടെ പോയിരുന്ന് ഏറ്റവും ദിവസമായിട്ട് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റുമായിരിക്കും, വേറെ ഒന്നിനും ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ലോ എന്താണെന്നുള്ളത് നോക്കുക. ലോ എന്നുള്ളത് നിങ്ങൾ മാക്സിമം എല്ലാവരും പറയണം അല്ലെങ്കിൽ ചെയ്യണ തെറ്റെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ നിങ്ങളൊരു എന്താ പറയുക, നമുക്കത് എന്താണെന്ന് അറിയാതെ ജസ്റ്റ് അങ്ങോട്ട് ബൈഹാർട്ട് പഠിക്കുന്ന പോലെ എല്ലാം പഠിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അറിയാതെ നന്നായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് വെച്ചിട്ട് പോകും അല്ലേ? നമുക്ക് ആദ്യം അറിയേണ്ട ഒരു ചാപ്റ്റർ പഠിക്കാൻ നേരത്തേക്ക് അതിൻ്റെ പാറ്റേൺ ആണ്, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എങ്ങനെയാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നാണ് അറിയുന്നത്. അതിനൊക്കെ സ്കാനേഴ്സ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഓക്കെ, ഇപ്പോഴുള്ള സ്കാനേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രാക്കേഴ്സിൻ്റെ സ്കാനേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ തന്നെ എന്താ പറയുക ഓരോ പോർഷൻസ് വൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പോർഷൻസ് വൈസ് നമ്മൾ ലോ പഠിച്ചതിന് ശേഷം അതിൽ ആ പോർഷനിൽ ആ ചില പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറേ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പഠിക്കാതെ പോകാൻ പറ്റില്ല. കാരണം ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? മിസ് രണ്ട് തരത്തിൽ പറയണത് ചിന്തിക്കരുത്, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. സോ അങ്ങനെ അധികം ടൈം സ്പെൻഡ് ചെയ്യരുത്. എന്നാൽ അതിന് ചോദിച്ച് നമുക്ക് എഴുതാനും പറ്റണം. അതേപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കി പോകണം. അങ്ങനെ ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിക്കാത്ത ഏരിയാസ് നമ്മൾ അങ്ങനെ വേണം വേഗം ഫാസ്റ്റായിട്ട് പോകാനായിട്ട്. ഓക്കെ, നമുക്കത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നുള്ളത് എഴുതാൻ പറ്റണം. എന്നാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യരുത്. അങ്ങനെ വേണം നിങ്ങൾ അറേഞ്ച് ചെയ്ത് പഠിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ഒന്നും തീരില്ല. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചു കൊടുക്കിയിട്ട് ലോ തീരുന്നില്ല, മിസ് എന്താ ചെയ്യുക ലോ ഒന്നും മുന്നോട്ട് പോകുന്നില്ല, അത്ര ആവുന്നില്ല എന്നുള്ളത്. അതിനുള്ള ഒരു മറുപടി ഇതേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നമുക്ക് നമുക്ക് സ്കാനേഴ്സ് ഉപയോഗിച്ച് വെച്ച് തന്നെ നമ്മൾ പഠിക്കണം അല്ലേ? നമ്മൾ പഠിക്കാൻ നേരത്തെ എല്ലാവരും പറയണ പോലെ തന്നെ എനിക്ക് പറയാനുള്ളൂ. കമ്പനിയിലോ ആദ്യം പഠിക്കുക, എത്തിക്സ് പഠിക്കുക, കോൺട്രാക്ട് പഠിക്കുക, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പഠിക്കുക, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ബാലൻസ് ഉള്ളതിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾ പഠിക്കാൻ നേരത്തേക്ക് അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തയ്യാറുണ്ട്. അതപ്പോൾ ആ സ്കാനേഴ്സ് വെച്ചിരുന്ന് പഠിക്കുക. ജസ്റ്റ് നിങ്ങൾ പഠിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്താ പറയുക ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് വരാൻ നേരത്തേക്ക് നമ്മളത്
ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ളത് ഉണ്ടാവില്ല. ഇപ്പം നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് ഒക്കെ എടുത്തു വെച്ചോ, കോൺട്രാക്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ പോർഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ഉള്ളതായിരിക്കും ചിലപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് ആ ലാസ്റ്റുള്ള പോർഷൻ എന്ത് ചെയ്യും, നമ്മളത് പഠിക്കാൻ നേരം ഉണ്ടാവില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അത് പോവും. ആ ലാസ്റ്റുള്ള പോർഷനിൽ നിന്ന് എക്സാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എന്തൊക്കെയോ എഴുതിയും അല്ലേ. അപ്പം നമ്മളവിടെ നമ്മൾ വിജയിക്കൂ ഇല്ല. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് വെച്ച് തന്നെ പഠിക്കാം. ഓക്കെ, ഇതാണ് ഇത് എന്ന് പറയുന്ന പാറ്റേൺ, ഇതാണ് ഇങ്ങനെയാണ് ഇത് എന്ന് ഇതുവരെ ചോദിച്ചിരിക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ ചോദിച്ചാലും നമുക്ക് ഈ ഒരു പോയിന്റ് ഒക്കെ എഴുതാൻ പറ്റും എന്നുള്ളത് വെച്ച് എഴുതുക. പിന്നെ ലോയുടെ ലാംഗ്വേജ് നിങ്ങൾ കറക്റ്റായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ലോയുടെ ലാംഗ്വേജ് എന്താണെന്നുള്ളത് പുതിയതായിട്ട് പഠിക്കുന്ന പിള്ളേർ, നമുക്ക് ഓരോ ഇതിനും നമുക്ക് ഓരോ ലാംഗ്വേജ് ഉണ്ട് അല്ലേ. അക്കൗണ്ട്സിൻ്റെതായ വേർഡുകളുണ്ട് അല്ലേ. ഓഡിറ്റിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിങ്ങിൻ്റെതായ വേർഡുകളുണ്ട്. അതേപോലെ തന്നെയാണ് ലോക്ക് പഠിക്കുമ്പോൾ ലോയുടേതായ വേർഡുകളുണ്ട്. നമ്മളുടെ അതിൻ്റെ മീനിങ് സെയിം മീനിങ് അല്ലേ പറഞ്ഞതെന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെതായ ഒരു എന്താ വേർഡ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കവിടെ ആ വിചാരിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതിൻ്റെ വേർഡുകൾ അതാത് വേർഡുകൾ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ലോയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഇതാ ഇപ്പോൾ നമ്മൾ ഏകദേശം തീരാറായിട്ടുണ്ട്. നമുക്ക് അടുത്ത മാസം തുടങ്ങിയിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് ഇട്ട് തുടങ്ങാം. സെക്കൻഡ് ഗ്രൂപ്പിന്റെ സ്റ്റഡി പ്ലാനേക്കാളും കൂടുതൽ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് സെക്കൻഡ് ഗ്രൂപ്പിലെ ക്ലാസ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാനത് ക്ലാസ്സുകളാക്കി മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കാം. സെക്കൻഡ് ഗ്രൂപ്പിന്റെ ക്ലാസ് എന്തായാലും അടുത്ത മാസം തുടങ്ങണമെന്ന് വിചാരിച്ചിരിക്കണേ. നമുക്ക് 1-2 മാസം ധാരാളമായിട്ട് മതി. ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ നമുക്ക് ധാരാളമായിട്ട് മതി. നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പ് തീർക്കാം. പിന്നെ നമുക്ക് നവംബറിലേക്ക് റിവിഷൻ. പിന്നെ നവംബറിൽ പോയി പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമ്മളപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ പഠിച്ച് തീർന്നില്ലേ, പഠിച്ച് തീർന്നതിൽ നമ്മൾ അടുത്ത മാസം തുടങ്ങി സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്തെ ഇതിൻ്റെ സ്കാനേഴ്സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വെച്ച് നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു പ്രോബ്ലം 2 പ്രോബ്ലം വെച്ചിട്ട് ദിവസം ഒന്നൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എക്സാമിന് പറയുകയാണെങ്കിൽ കോസ്റ്റിംഗ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് മന്ത് സെക്കൻഡ് ഗ്രൂപ്പാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് എഴുതുന്നവർ എന്ത് ചെയ്യണം, ആ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കുന്നതിൻ്റെ എളുപ്പം തന്നെ ഏതെങ്കിലും കുറച്ച് ടൈം അല്ലെ ഒരു ബോർഡ് എടുക്കുന്ന ഏതെങ്കിലും ഒരു കുറച്ച് ടൈം നിങ്ങൾ ഒതുക്കി വെച്ചിട്ട് ഇപ്പോൾ മെറ്റീരിയലിൻ്റെ ആണെങ്കിൽ ഒരു പ്രോബ്ലം 2 പ്രോബ്ലം ചെയ്യുക, അതിൻ്റെ ലേബർ കോസ്റ്റ് കുറച്ച് ഒരു പ്രോബ്ലം 2 പ്രോബ്ലം ചെയ്യുക. അങ്ങനെ ഒരു ദിവസവും 2 ചാപ്റ്ററെങ്കിലും 2 മിനിമമാണ് പറയുന്നത്. ഒരു 2 ചാപ്റ്ററിൻ്റെ ഒരു 2 ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും ചെയ്യാനായിട്ട് നോക്കാം. അതേപോലെ തന്നെ ഡയറക്റ്റ് ടാക്സ് പഠിക്കുന്നത് മറന്നുപോകും. പ്രൊഫഷൻസ് ഒക്കെ നന്നായിട്ട് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരും, മറന്നുപോകും. അതുകൊണ്ട് നിങ്ങളത് റിലീസ് ചെയ്യാനായിട്ട് ഒരു ടൈം എടുത്തിരിക്കണം. ഉറപ്പായിട്ട് 2 മാസം നിങ്ങൾ വിട്ട് കളഞ്ഞാൽ പിന്നെ നവംബറിൽ നമ്മൾ റിവിഷൻ ചെയ്യുന്നില്ലായിരിക്കും, പുതിയതായിട്ട് പഠിക്കണ പോലെ ഇരിക്കും. ഓക്കെ, അത് ചെയ്യരുത്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതൊരു ടൈം സെറ്റ് ചെയ്യുക. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ വേണ്ടി ഇതിന് വേണ്ടി മാത്രം ഒന്ന് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ടൈം പഠിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 2 ഗ്രൂപ്പ് എഴുതുന്നവർ 4 മണിക്കൂറോ 5 മണിക്കൂറോ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീരില്ല. കാരണം നമുക്ക് ഇത് റിലീസ് ചെയ്യുകയും വേണം, അത് ഫ്രഷായിട്ട് പഠിക്കുകയും വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു 10 മണിക്കൂർ മിനിമം ഒരു 10 മണിക്കൂർ കൂടുതലെങ്കിലും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഇരുന്നാൽ പോരാ, എഫക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം. അതിന് വേണ്ടി ശ്രമിക്കണം. ഓക്കെ, നിങ്ങൾ പിന്നെ ഇപ്പോൾ ഞാൻ ഇത് തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് ഇതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതി വെച്ചിട്ട് വേണം പോരാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ചാപ്റ്ററിൽ മനസ്സിലായത്, നിങ്ങൾക്ക് എന്താണോ അത് പഠിക്കാൻ പറ്റുന്നത് നിങ്ങളുടേതായ ലാംഗ്വേജിൽ ഇംഗ്ലീഷോ മലയാളത്തിലോ തെലുങ്കിലോ ഉറുദുവിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എന്തിലെങ്കിലും നിങ്ങളത് ആ ചാപ്റ്റർ എന്താണ്, ആ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളത്. പിന്നെ നിങ്ങളുടേതായ കൺഫ്യൂഷിങ് ഏരിയാസ്, പിന്നെ നിങ്ങളുടേതായ ഡൗട്ട് വരുന്ന സംഭവങ്ങളൊക്കെ അതിൽ എഴുതി വെക്കുക. ഒരു എക്സാം പേപ്പർ ബുക്ക് എന്തെങ്കിലും നോക്കി അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമുക്ക് ആ സമയം നന്നായിട്ട് അറിയാവുന്ന കാര്യമായിരിക്കണം, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളത് കറക്റ്റായിട്ട് എഴുതി തന്നെ പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ റിവിഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് അത് ഉപകാരമാവുള്ളൂ. ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി പറയുന്നത്. ഓക്കെ, എല്ലാവരും ചെയ്യേണ്ടെന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്തവർ ഇത്രയും വേഗം ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത മാസം സെക്കൻഡ് ഗ്രൂപ്പ് കൂടി തുടങ്ങാൻ നേരത്തേക്കും നമുക്കിത് ഭയങ്കര ഇതായിട്ട് പോകും. കാരണം ഇത് വിട്ട് കളയാൻ പാടില്ല. ഇത് നമ്മൾ ഏകദേശം പഠിച്ചുകൊണ്ട് ഉറപ്പിക്കണം അല്ലേ. നമുക്ക് ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ കംപ്ലീറ്റ് ആക്കാനാണ് പോകുന്നത്. മെറ്റീരിയൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലക്ഷ്യം എന്താ, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് അല്ലേ. നമുക്ക് ആ ഇതിൽ പഠിച്ചു പോണ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്കൊന്നും ആവാനില്ല. നമുക്കെന്താ പ്രീവിയസ് ഇയറിൽ എക്സാം നമ്മുടെ
നമ്മുടെ ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയണം അല്ലേ. അതിനെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏത് ചാപ്റ്ററാണെന്ന് കിട്ടുള്ളൂ, കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ വരുള്ളൂ അല്ലെ, എല്ലാം വരുള്ളൂ. നമുക്ക് ഇതൊക്കെ നമുക്ക് മുഖ്യമാണ് അല്ലേ. പിന്നെ പ്രസന്റേഷൻ രീതി, കുറേ പേര് പറയുന്നുണ്ട് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ പേര്, അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സ്റ്റോറി. എക്സ്പെക്ട് ചെയ്യാത്ത കുറേ പേര് ജയിച്ചിട്ടുണ്ട്, എക്സ്പെക്ട് ചെയ്ത് ഒരു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തളർന്നു പോകരുത്. അത് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം. എക്സ്പെക്ട് ചെയ്യാത്തവരെന്ന് പറഞ്ഞാൽ സെലക്റ്റീവായിട്ട് പഠിച്ചവരാണ്. സെലക്റ്റീവായിട്ട് പഠിച്ചവരാണ്. അവർ തന്നെ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ എഴുതി കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് മുന്നേ അവരെ മെസ്സേജ് അയച്ചു പറഞ്ഞവരാണ്. കാരണം സെലക്റ്റീവായിട്ടേ പഠിച്ചിട്ടുള്ളൂ മാം. എനിക്ക് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് ഇപ്പോൾ ചേരണം, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ നമ്മൾ ഗ്രൂപ്പ് തുടങ്ങില്ല, ആ ഗ്രൂപ്പിലേക്ക് ചേർന്നിരിക്കട്ടെ. എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്, എനിക്ക് ഏകദേശം പ്രതീക്ഷയുണ്ട്, എനിക്ക് ഏകദേശം നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷെ എന്നാലും റിസൾട്ട് നോക്കിയിട്ട് ഞാൻ പഠിച്ചു കൊടുക്കുള്ളൂ, ഞാനൊക്കെ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കണമെന്ന് പറഞ്ഞവർ വരെ പക്ഷെ പൊട്ടിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എന്താ പറയേണ്ടത്, അവരുടെ പ്രസന്റേഷൻ രീതി ആണ് അവിടെ നോക്കുന്നത് അല്ലേ. നമുക്ക് എത്ര ഇതുണ്ടെന്നുള്ളത് നമുക്ക് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് അറിയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് സെലക്ട് ചെയ്തിട്ടും പാസ്സാവാൻ ചാൻസ് ഇല്ല, എനിക്ക് ഒരു പ്രാവശ്യം കൂടി എടുത്തണമെന്ന് പറഞ്ഞവൻ ജയിച്ചിട്ടുണ്ട്. അത് അവൻ്റെ ഒരു പ്രസന്റേഷൻ സ്കില്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ അത്ര നീറ്റായിട്ടുള്ള പ്രസന്റേഷൻ ആയിരിക്കണം. അതിൽ പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ആര് വിളിച്ച് നമ്മൾ ഈ ഡിഗ്രിക്കൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ പല യൂണിവേഴ്സിറ്റിയിൽ എഴുതുന്ന പോലെ ആര് വലിച്ചിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. അവർക്കത് ഫുള്ളായിട്ട് നമ്മുടെ ഇരുന്ന് വായിച്ചു നോക്കാനുള്ള ടൈമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ മാക്സിമം അതിന് നല്ല പോയിന്റായിട്ട് എഴുതി നല്ല നീറ്റായിട്ട് പ്രസന്റ് ചെയ്ത് എഴുതാം. മാക്സിമം നമുക്ക് ചാർട്ടായിട്ട് പഠിക്കണില്ല, ചാർട്ടായിട്ട് പ്രസന്റ് ചെയ്തിട്ട് ബാലൻസ് എക്സ്പ്ലനേഷൻ കൊടുത്താലും അവർക്ക് കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവേണ്ടത്. അതനുസരിച്ച് നിങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, അതൊക്കെ നമുക്ക് വരേണ്ടത് എന്താണ്, നെക്സ്റ്റ് മന്തിൽ. ഇപ്പൊ ഈ ചാപ്റ്ററിനെ കുറിച്ചുള്ള എല്ലാ ഓർമ്മയും കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാണ്ട് ഒന്നിനെയും കുറിച്ച് അറിയാൻ പാടില്ലാണ്ട് നമ്മൾ അതിലോട്ട് പോയാൽ കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ സെലക്റ്റീവായിട്ട് പഠിക്കുന്ന പരിപാടി ഒന്ന് നിർത്തുക, മാക്സിമം പഠിച്ചിട്ട് പോവുക. സെലക്റ്റീവായിട്ട് പഠിക്കുമ്പോൾ എന്താ പറ്റണേന്ന് വെച്ചാൽ നമുക്ക് ചാൻസ് എടുക്കുന്നത് കൂടും, നമ്മുടെ അറ്റംപ്റ്റ് കൂടും. കാരണം വെച്ചാൽ ആ പഠിച്ചതിൽ നിന്ന് വരണം, പഠിച്ചതിൽ നിന്ന് വന്നാൽ അതിൽ നിന്ന് എഴുതാൻ പറ്റണം അല്ലേ. അതിൽ നിന്ന് എഴുതാൻ പറ്റുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ പ്രാവശ്യം വരില്ല, അടുത്ത പ്രാവശ്യം വന്നാൽ ചിലപ്പോൾ എഴുതാൻ പറ്റില്ല, അതിൻ്റെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് അങ്ങനെ ചാൻസ് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. ഇത് തന്നെയല്ലേ നമുക്ക് വീട്ടുകാരുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിലും എല്ലാവരുടെയും മുന്നിൽ ഒരു മടുപ്പ് തോന്നും. ഇത് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്, ഇത് തന്നെയല്ലേ വീണ്ടും പഠിക്കണേ, ഇത് തന്നെയല്ലേ ഇതിലുള്ള എന്താ പഠിക്കാനുള്ള, നമുക്ക് പോയിന്റിലോട്ട് വരാനുള്ള ഒരു തോന്നില്ല. അതുകൊണ്ടാ പറയണേ, മാക്സിമം നിങ്ങൾ പോയിന്റ് ഉൾപ്പെടുത്തുക, കറക്റ്റായിട്ട് പഠിക്കുക, പാറ്റേൺ അറിഞ്ഞ് മാത്രം പഠിക്കുക. അല്ലാണ്ട് ജസ്റ്റ് ഇരുന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പാറ്റേൺ അറിഞ്ഞ് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ.